നമ്മുടെ കാസർഗോഡ് വരുന്ന ഫുഡ് ലവേഴ്സിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ടാണ് കുള്ളിയ തട്ടുകട. കുള്ളിയ തട്ടുകടയിൽ എന്താണ് ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കുള്ളിയ ബീഫ് തന്നെയാണ്. കുള്ളിയ പള്ളിക്കറി അതാണ് ഇവിടുത്തെ മെയിനായിട്ട് വരുന്ന അട്രാക്ഷൻ. അപ്പം കാസർഗോഡ് വന്നിട്ട് നമുക്ക് ബെസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഫുഡ് നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ കുള്ളിയ തട്ടുകട. ഇവിടുത്തെ പള്ളിക്കറി ബീഫാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കുള്ളിയ ബീഫ്. ഇതാണ് അവരുടെ ഒരു പള്ളിക്കറി ബീഫ്. അതുപോലെ തന്നെ പരിപ്പ്, ബീഫ്, പിന്നെ നമ്മളൊരു ചിക്കൻ കൊണ്ടാട്ടം ഓർഡർ ചെയ്തായിരുന്നു. ശരിക്കും അടിപൊളി ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു നെയ്ച്ചോറും പള്ളിക്കറി ബീഫും അതുപോലെ പരിപ്പും ചിക്കനൊക്കെ കൂടി കഴിയുമ്പോൾ. അപ്പം കാസർഗോഡ് ഫുഡ് ലവേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് നമ്മുടെ കുള്ളിയ ബീഫ്. ഈ കുള്ളിയ ബീഫിൻ്റെ ലൊക്കേഷൻ എവിടെ വരുന്നത് വെച്ചാൽ നമ്മുടെ കാസർഗോഡ് മധൂർ ടെമ്പിളിൻ്റെ അവിടെ നിന്നൊരു 2 കിലോമീറ്റർ നേരെ മുകളിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ കുള്ളിയ തട്ടുകടയിലെത്തും. അപ്പം അവിടെ വന്നിട്ട് ആരോട് ചോദിച്ചാലും അറിയാവുന്നൊരു സ്പോട്ട് തന്നെയാണ്. അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഫുഡാണിത്. അപ്പം പള്ളിക്കറി ബീഫ് കഴിക്കേണ്ട ആൾക്കാർക്ക് എന്താണെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സ്പോട്ടെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ട്. ഇവിടുന്ന് ഫുഡ് പാഴ്സലായി ഗൾഫിൽ വരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു തട്ടുകടയാണ്, ഹോട്ടലാണ് നമ്മുടെ ഈ കുള്ളിയ തട്ടുകട. അപ്പം കാസർഗോഡ് വരുന്നവർ എന്താണ് മസ്റ്റായിട്ട് ഈ ഒരു ബീഫും ഈ ഒരു ചിക്കനും ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യുക. ഇവിടെ നമുക്ക് ബിരിയാണി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്.